നമസ്കാരം. അപ്പോൾ ബാലേന്ദ്ര മേനോന് മീഡിയകളിൽ വളരെ മോശവത്തായ രീതിയിൽ അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ ഓരോ ചാനലിലും അല്ല ഓരോ ചെറിയ മീഡിയകളിലും വലിയ മീഡിയകളിലും. ഇപ്പോൾ നമുക്കറിയാം, വർഷങ്ങൾക്ക് മുൻപേ നല്ലൊരു ഡയറക്ടർ, നല്ലൊരു നായകൻ, തീർച്ചയായിട്ടും മലയാളികൾക്ക് ഒട്ടും തന്നെ മറക്കാനാവാത്ത ഒരു മഹാനായ നടൻ എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. സമൂഹ മാധ്യമങ്ങളിൽ ബാലേന്ദ്ര മേനോനെ കുറിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിൽ പല വാർത്തകളും വന്നു ചേരുന്നുണ്ട്. ആദ്യം മീനു മുനീർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീജനമായിരുന്നു ഒത്തിരി നാളുകളായിട്ട് ഈ മീഡിയകളിൽ വളരെ മോശവത്തായ രീതിയിൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് അദ്ദേഹത്തെക്കുറിച്ച് മോശവത്തായ രീതിയിൽ വിവരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യം ബാലേന്ദ്രമേനെ പറ്റും. ബാലചന്ദ്രമേനൻ എന്ന് പറഞ്ഞാൽ അതുല്യ പ്രതിഭയാണ്. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ, തിരക്കഥ, സംഭാഷണം, നടൻ എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം മികച്ചൊരു മലയാളത്തിൽ പേരെടുത്ത ഒരു സംവിധായകനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ മീനു മുനീർ ഇങ്ങനെ ദുരാരോപണങ്ങൾ പല പ്രാവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവസാനം ബാലേന്ദ്ര മേനോൻ തന്നെയാണ് കേസ് കൊടുക്കുകയും അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ്. കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു തെളിവും ഇല്ലാതെ തന്നെയാണ് ഒരു തെളിവും ഇല്ലാതെയാണ് ഇവർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അവസാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ കൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെക്സ് റാക്കറ്റ്, സെക്സ് മാഫിയയുടെ പണിയാണ്. ഇപ്പോൾ ആ കൂടെയുള്ളൊരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാളും കൂടി സംഗീത് ലൂയിസ്, അദ്ദേഹത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പണം തട്ടാനായിട്ടാണ്. ഒരു ജാതി സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ സെക്സ് മാഫിയ ഇങ്ങനെയുള്ളൊരു ടീമാണ്. ഇത് സമൂഹത്തിൽ ഇങ്ങനെ ഉന്നതിയിലും നല്ല രീതിയിലൊക്കെ നിൽക്കുന്ന ആളുകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതിലൂടെ മുതലെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമങ്ങളായിട്ടാണ് ഇതിനൊക്കെ കാണുന്നത്. സത്യത്തിൽ ഇതൊരു മനഃപൂർവ്വം അധിക്ഷേപിക്കലാണ്. അതൊക്കെ അങ്ങനെ ഇത് പലരെയും ചെയ്യും. ഇത് നാളെയും പലരും ഇത് സംഭവിക്കും. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളഞ്ഞ് ഇങ്ങനെയുള്ള ഈ കുറ്റവാളികളെയൊക്കെ കാരാഗ്രഹത്തിൽ അടച്ചിടണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ സത്യമാണ്. കാരണം ഓരോ ദിവസവും ന്യൂസുകൾ നമുക്ക് വായിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയകൾക്ക് മുമ്പിൽ ഇരിക്കാനോ സാധിക്കാത്തൊരു സിറ്റുവേഷനാണ്. നേരം വെളുക്കുമ്പോൾ മുതൽ പീഡനമാണ്. ഇതൊരു ചെറിയ കേസ് വലിയ കേസാക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ സ്ത്രീജനങ്ങളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡനം നടത്തി എന്നൊക്കെ പറഞ്ഞ് സംഭവത്തിലൂടെയാണ് ഇപ്പോൾ ഈ പറയുന്ന മീഡിയകളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താണ് വളരെ വൃത്തികെട്ട രീതിയിലുള്ളൊരു അതിനെക്കുറിച്ച് എന്താ പറയുക വെച്ചാൽ സ്ത്രീപക്ഷമായിട്ടുള്ളൊരു നിയമമാണ് നടക്കുന്നത്. സ്ത്രീ പീഡനമായിട്ടുള്ള പാർലമെന്റിൽ തന്നെ പാസ്സാക്കിക്കുന്ന നിയമം അങ്ങനത്തെയാണ്. അതിൻ്റെ പേരിലാണ് ഇത് മുതലെടുക്കുകയാണ്. ശരിക്കും പല സ്ത്രീകളും മുതലെടുക്കുകയാണ്. അതായത് വെറുതെ ആരോപണം ഉന്നയിക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക, ആ രീതിയിലേക്ക് ഈ പുരുഷന്മാരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. വീണ്ടും സത്യം പറഞ്ഞു, പുരുഷന്മാരെ കീഴ്പ്പെടുത്തലാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് പുരുഷാധിപത്യ രീതി ചെറുക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കും. പക്ഷെ അതല്ല നടക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ നിയമം ശരിക്കും സ്ത്രീകൾ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചു എന്ന് മാത്രമേ കേസെടുക്കാനായിട്ട് തുനിയരുത്. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ പോലീസുകാർ FIR ഇടാവൂ എന്നുള്ള കാര്യം സുപ്രീം കോടതി അടുത്ത കാലത്ത് വിധിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നിയമം വളച്ചൊടിക്കുന്ന തലത്തിലാണ് ഓരോ ദിവസവും നമ്മളെ ന്യൂസുകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വേടൻ സംഭവമായിരുന്നു. ഇപ്പോൾ ബാലേന്ദ്ര മേനോനിലേക്ക് വീണ്ടും കടന്നാക്കിയാണ്. ദിവസം ഈ പീഡനം ശരിക്കും ഇത് കേരളം തന്നെയാണെന്നൊരു സംശയമുണ്ട്. അല്ല, ഇത് കേരളത്തിൽ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് അത് മുതലെടുക്കാൻ പറ്റിയ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുള്ളവരുടെ ശ്രദ്ധിച്ച് മുതലെടുക്കാൻ പറ്റുമെന്നുള്ള ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കച്ചവട ശ്രമമാണോ? ശരിക്കും കച്ചവടമാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് ശരിക്കും. ഇതൊക്കെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന അഭിമാനപൂർവ്വം പറയുകയും അതൊരു കച്ചവടത്തിലേക്ക് കടക്കുകയും ചെയ്ത് ഒരു കാലഘട്ടത്തിലേക്കാണ് പോക്ക്. അതിനിപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളൂ. നാണം കെട്ടും പണം ഉണ്ടാക്കില്ല, നാണക്കേടെ പണം മാറ്റിവിടുന്ന ധരിക്കുന്നവരായിരിക്കും അവരൊക്കെ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നാണം കെട്ടും പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതിയാണ്. വീണ്ടും ട്വിസ്റ്റ്, ഗംഭീര പഴഞ്ചൊല്ലി. ശരിക്കും ജോലി ചെയ്യാൻ സാധിക്കാത്ത ഒരു ഏജ് കഴിയുമ്പോഴാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഈ സിനിമാ മേഖലയിലുള്ള കൂടുതൽ സ്ത്രീജനങ്ങൾ വന്നു ചേരുന്നത്. അതെ, അതിന് വേറെ കാര്യമുണ്ട്. ആ ജോലി ചെയ്യാൻ പറ്റാത്ത കാലത്തിന് ചിലപ്പോൾ അവരെയൊക്കെ ഈ ഫീൽഡിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊന്നും വിളിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഈ മീനു മുനീറിനെയൊക്കെ സംഭവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവർക്കൊന്നും ഇതൊക്കെ വേറെ കാര്യമാണ്. ഇവർക്കൊക്കെ ഏറ്റവും നല്ലത് ഞാനൊരു മറ്റേ ബോംബെയിൽ ചുവന്നൊരു ഈ പോയാണ് നല്ലത്. ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ റെഡ് സ്ട്രീറ്റ് ഇവർക്ക് പറ്റിയ പണി അതൊക്കെയാണ്. അല്ലാതെ ഇവിടെ കിടന്ന് ഇങ്ങനെ പറയാനല്ല. വളരെ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിയമങ്ങൾ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ഇതേപോലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത്?
അല്ല, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഇവിടെ ശിക്ഷിക്കാൻ നിയമമില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ പീഡന സംബന്ധിയായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അവരുടെ കുടുംബക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എത്രമാത്രം സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നുണ്ടെന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവരോ അതിന് ഹല്ലേലൂയ പാടുന്നവർ ചിന്തിക്കുന്നില്ല. തലമുറകളോളം മോശമായ രീതിയിലുള്ള ഒരു അഡ്രസ് ആയിരിക്കും. അതെ, തലമുറകളോളം അവരാ പിന്തുടർച്ചക്കാർക്കും എല്ലാവർക്കും മോശമായ രീതിയിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി ആ രീതിയിൽ അവരെ കാണുകയുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ദുരാരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ അവരെ കനത്ത ശിക്ഷ നൽകേണ്ടതാണ്. ശിക്ഷിക്കണം എന്നാണ്. ദിവസവും പ്രതീക്ഷിക്കാം പീഡനങ്ങളുടെ ഒരു നീണ്ട നിര.